ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പാലക് പനീറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാലക് പനീർ ഉണ്ടാക്കാൻ ആദ്യം തന്നെ പാലക്കിൻ്റെ ഇല നന്നായി കഴുകി വൃത്തിയാക്കി വെക്കണം. ഇത് ഏകദേശം ഒരു 250 ഗ്രാംസോളം ഉണ്ടാവും. അടുത്തതായിട്ട് ഈ പാലക്ക് നമുക്കൊന്ന് ബ്ലാഞ്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഈ വൃത്തിയാക്കി ഇലകൾ ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് കുക്ക് ചെയ്യുക. 2 മിനിറ്റ് മതി, അതിൽക്കുള്ളൊട്ടും വേണ്ട. അതിന് മുമ്പായിട്ട് ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം ഒഴിച്ച് ഐസ് ഇട്ട് വയ്ക്കണം. ഈ തിളച്ച ഉടനെ തന്നെ ഈ പാലക്കിൻ്റെ ഇല നമ്മൾ ഈ ഐസ് വെള്ളത്തിലേക്ക് ഇടണം. കളറും ടെക്സ്ചറും ഒക്കെ ഒന്ന് റിറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഐസ് വാട്ടറിൽ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഇലയൊക്കെ തണുത്തിട്ടുണ്ടാവും. ഇനി അധികം നേരം വയ്ക്കേണ്ട ആവശ്യമില്ല, വേഗം തന്നെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ വയ്ക്കാം. ഇതുപോലെ എടുത്ത് വെള്ളം വാലാനായിട്ട് വയ്ക്കുക. വെള്ളം വാർന്നു കഴിഞ്ഞാൽ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഒരു പിടി മല്ലിയില നന്നായി കഴുകി വൃത്തിയാക്കിയത് അതും കൂടെ ചേർക്കുക. പിന്നെ 2 പച്ചമുളക്, അരയ്ക്കാൻ ആവശ്യമായ വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം മതി. ഇതുപോലെ നന്നായി അരച്ചെടുക്കുക. വെള്ളം പോലെ അധികം നീണ്ടു പോകണ്ട, എന്നാൽ വല്ലാതെ കുറുകിയും പോകണ്ട. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് പനീർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കണം. ഏകദേശം 250 ഗ്രാം പനീറുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പും ഒരല്പം മുളക് പൊടിയും മാത്രം, വളരെ കുറച്ച്, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം തൂകുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച ശേഷം ഒരു 1.5 ടീസ്പൂൺ ബട്ടർ ഇടുക. ബട്ടർ മെൽറ്റായി വരുമ്പോൾ പനീർ പീസസ് ഇതിലേക്ക് ചേർക്കുക. 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വല്ലാണ്ട് ഫ്രൈ ആയി പോകണ്ട, ചെറുതീയിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും മതിയാകും. പനീർ കറിയിലിടുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു കോട്ടിംഗ് പോലെ. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പാലക് പനീർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ ഇതുപോലെ സ്റ്റൗവിൽ വെച്ച ശേഷം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇടുക. ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇടുക, ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഏലക്ക, പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പു, ഇത്ര ഇടുക. നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ജീരകം പൊട്ടി വരുന്ന സമയമാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ചേർക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു ചെറിയ സവോള, അതും ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കണം. നന്നായി മിക്സ് ചെയ്യുക. സവോളയുടെ നിറം മാറി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി വരണം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കണം. 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ പൊടിയായി അരിഞ്ഞത് ചേർക്കാം. തക്കാളി ചേർക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ചേർത്തിരിക്കുന്ന അത്ര നല്ല പഴുത്ത തക്കാളി അല്ലായിരുന്നു, അതുകൊണ്ട് ഇത് ഉടഞ്ഞു വരാനായിട്ട് ഇത്തിരി സമയമെടുക്കും. തക്കാളി സവോളയും ചേർന്ന് നന്നായി ഒരു പേസ്റ്റ് പോലെ ആവണം. അത്രയും നേരം നമ്മളിത് നന്നായി വഴറ്റി കൊടുക്കുക. ചെറുതീയിൽ വഴറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നടച്ച് വെച്ച് വേവിക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർക്കാം. കസൂരി മേത്തി നന്നായി കൈകൊണ്ട് പൊടിച്ച് ചേർക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പാലക് ചേർക്കാം. പാലക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർക്കാം ഇതിലേക്ക്.
പാലക്ക് നമ്മളൊന്ന് ബ്ലാൻഡ് ചെയ്തെടുത്തതല്ലേ ഉള്ളൂ, ഒരു റോസ് സ്മെല്ല് എന്നാലും ഉണ്ടാകും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം, പാലക്കിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ. അപ്പം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ചെറിയ തീയിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തുറന്ന് നോക്കുക. പച്ചമണമൊക്കെ ഒന്ന് മാറിയെങ്കിൽ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കണം. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കാവുന്നതാണ്, ഓപ്ഷണലാണ്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടെ ചേർക്കാം. പനീർ പാലക്കിൽ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം. 2-3 മിനിറ്റ് ചെറുതീയിൽ കുക്ക് ചെയ്യാനായിട്ട് വെക്കുക. അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ്. അതും കൂടെ ചേർക്കാം. ഫ്രഷ് ക്രീം ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിയുടെ ഡാർക്ക് ഗ്രീൻ കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് ഗ്രീൻ ആവും. എക്സ്ട്രാ കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ല, അതുകൊണ്ട് ഫൈനലി കറിയുടെ കളറ് ഈ ഒരു കളറായിരിക്കും. പാലക് പനീർ അങ്ങനെ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഒരു അല്പം കഴിയുമ്പോൾ കുറച്ചുകൂടി ഇത് ഡ്രൈ ആവും. അങ്ങനെ ഈ ഒരു പരുവത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ വീറ്റ് പ്രോഡക്ട്സ് ആണ്. ചപ്പാത്തി അല്ലെങ്കിൽ വീറ്റ് പൊറാട്ട, അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ. ഇത് നല്ലൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. പിന്നെ സെർവ് ചെയ്യാൻ നേരത്ത് കുറച്ച് ഫ്രഷ് ക്രീമും ഡ്രൈഡ് റെഡ് ചില്ലീസും ഒക്കെ ഇതിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.